ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായി സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹവും കൃപയും സൗഖ്യവും നമ്മുടെ ജീവിതത്തിൽ വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 6-ാം തിരുവചനം, നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ സംതൃപ്തരാണ്. അപ്പോൾ സംതൃപ്തിയുടെ ലക്ഷണം എന്ന് പറയുന്നത് പ്രധാനമായും സമാധാനമാണ്. നമ്മൾക്ക് സംതൃപ്തി ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് സമാധാനമുണ്ടായിരിക്കും. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 2-ാം അധ്യായം 14-ാം തിരുവചനം നാം വായിക്കുമ്പോൾ, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ദൈവകൃപ ലഭിച്ചവർക്ക്, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. ദൈവകൃപയുണ്ടെങ്കിലേ നല്ല മനസ്സുണ്ടാവുകയുള്ളൂ. അപ്പോൾ നല്ല മനസ്സുള്ളവർക്ക് സമാധാനം. എല്ലാവർക്കും സമാധാനം എന്ന് പറഞ്ഞില്ല. ദൈവകൃപ ലഭിച്ചവർക്ക്, അതായത് നല്ല മനസ്സിൻ്റെ ഉടമയായവർക്ക് സമാധാനമുണ്ടായിരിക്കും. ഇന്ന് പലരുടെയും ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ ഒരു കാര്യമാണ് സമാധാനം. ഈശോയുടെ ശിഷ്യന്മാർക്കും സമാധാനം നഷ്ടപ്പെട്ടിരുന്നു. ഈശോ മരിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ആഴ്ചയുടെ ആദ്യ ദിവസം രാത്രിയിൽ യഹൂദരെ ഭയന്ന ശിഷ്യന്മാർ കതകടച്ചിരിക്കെ അവരുടെ മധ്യേ വന്ന് ഈശോ അവർക്ക് സമാധാനം നൽകി. നിങ്ങൾക്ക് സമാധാനം. ഭയന്നിരിക്കുന്നവർക്ക് സമാധാനമായി ഈശോ കടന്നു വരികയാണ്. ഏതെല്ലാം കാര്യത്തിൽ നിങ്ങൾ ഭയന്നിരിക്കുന്നുണ്ടോ അവിടെ ഈശോയെ നിങ്ങൾ വിളിച്ചാൽ ഈശോ കടന്നു വന്ന് നമുക്ക് സമാധാനം തരും. ഈശോ പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. പിന്നീട് അവൻ തൻ്റെ കരങ്ങളും പാർശ്വവും അവർക്ക് കാണിച്ചു കൊടുത്തു. ശിഷ്യന്മാർ ഈശോയെ കണ്ടപ്പോൾ സന്തോഷിച്ചു. സമാധാനം ഉള്ള വ്യക്തിക്ക് സന്തോഷമുണ്ടാകും. സംതൃപ്തി ഉണ്ടെങ്കിൽ സമാധാനമുണ്ടാകും. സമാധാനമുണ്ടെങ്കിൽ സന്തോഷമുണ്ടാകും. അപ്പോൾ സംതൃപ്തി നമ്മളിൽ ഉണ്ട് എന്ന് തിരിച്ചറിയുന്നത് സമാധാനവും സന്തോഷവും. തുടർന്ന് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അടുത്ത ക്ലാസ്സുകളിൽ നമുക്കത് കേൾക്കാം. അപ്പോൾ സന്തോഷവും സമാധാനവും നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം മധ്യസ്ഥം വഹിക്കണമേ. സംതൃപ്തിയുള്ള ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്ക് ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.